Hey my dear beautiful souls, welcome back to my channel Divine Speaks. ഇനി നമുക്ക് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒക്ടോബർ മന്തിലെ എനർജി ട്രാൻസ്ഫോർമേഷൻസ്, എന്തൊക്കെ മേജർ ഇൻസിഡൻസ് ആണ് ഉണ്ടാകുക, എന്തൊക്കെ അഡ്വൈസസ് ആണ് യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുക, നമ്മുടെ കരിയർ, ഫിനാൻസ്, ലൈഫ്, ഫാമിലി ഒക്കെ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകാനുള്ള ചാൻസസ് ആണ് ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, കാർത്തിക നക്ഷത്രത്തിൻ്റെ എനർജി ലെവൽ. കരിയറിൽ, അതുപോലെ എഡ്യൂക്കേഷൻ, ഫിനാൻസിലൊക്കെ എന്തൊക്കെ മേജർ ചേഞ്ചസ് ആണ് ഒക്ടോബർ മന്ത് ഉണ്ടാകുക. ഓക്കെ, ഫാമിലി ലൈഫിൽ എന്ത് എനർജി ട്രാൻസ്ഫോർമേഷൻ ആണ് ഉള്ളത്. ഗുഡ്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഫാമിലി ലൈഫൊക്കെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ പോവും. നല്ല പുരോഗതി, അല്ലെങ്കിൽ നല്ല പാർട്ണറെ കിട്ടിയതിൻ്റെ സന്തോഷം, അല്ലെങ്കിൽ നല്ല ഒരു ഫാമിലി ലൈഫ് ഉള്ളതിൻ്റെ സന്തോഷമൊക്കെ നിങ്ങളുടെ ഉള്ളിൽ കാണുന്നുണ്ട്, നിങ്ങളത് അനുഭവിക്കുന്നുമുണ്ട്. ഓക്കെ, നിങ്ങൾ ഓവറായിട്ട് ഈ മാസം ഒരുപാട് ചിലവുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് എന്താ പറയുക, പണം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ വരവിനെ കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ വളരെയധികം സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഫാമിലി ലൈഫിൽ ഹാപ്പിയാണ്, വളരെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഗുഡ്. അതുപോലെ നിങ്ങളുടെ വരവറിയാതുള്ള ചിലവ് ചെയ്യൽ ഇവിടെ കാണുന്നുണ്ട്. സോ അതിനകത്തൊന്ന് കരുതിയിരിക്കുക. ഔദ്യോഗികപരമായ യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. യാത്രയുടെ കാർഡാണിത്. യാത്രയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സമയമാണ്. ചിലപ്പോൾ നിങ്ങൾ അതിനൊക്കെ തുടക്കം കുറിക്കും. അതുപോലെ മാരീഡ് കപ്പിൾസ് കുഞ്ഞിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഗർഭധാരണത്തിനൊക്കെ ഉള്ളൊരു ടൈമാണ്. ചിലപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് ന്യൂസൊക്കെ നിങ്ങൾക്ക് അറിയാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു മന്തിൽ സംഭവിക്കാം. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് എന്താ പറയുക, ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്. നല്ല പണം അല്ലെങ്കിൽ നല്ല സമ്പത്ത് നിങ്ങളിലേക്ക് വന്നെത്തുന്നുണ്ട്. കുടുംബപരമായ സ്വത്തൊക്കെ കയ്യിൽ വരാനോ ഭൂമി ഒക്കെ കയ്യിൽ വരാനോ ഒക്കെ ഉള്ളൊരു സമയമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക, പൂർവിക സ്വത്തൊക്കെ ഭാഗം വെച്ചൊക്കെ കിട്ടാനുള്ള അവസരം അല്ലെങ്കിൽ ആ ഒരു സമയമൊക്കെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് കേൾക്കുകയോ അല്ലെങ്കിൽ അത് കിട്ടുകയോ ഒക്കെ, അനുകൂലമായിട്ട് കിട്ടി എന്നുള്ള ഒരു വാർത്ത കേൾക്കുകയോ അല്ലെങ്കിൽ കിട്ടും എന്നുള്ളൊരു വാർത്ത കേൾക്കുകയോ ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് അത് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നു എന്ന് വരാം. അല്ലെങ്കിൽ പുതിയൊരു ഭൂമി വാങ്ങിക്കാനൊക്കെ ഉള്ളൊരു സമയമാണ്. നിങ്ങൾ ലാൻഡ് വാങ്ങിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല സമയമാണ്. അപ്പോഴും അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ മജീഷ്യൻ എന്ന മേജർ ആർക്കാന കാർഡാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ചുറ്റിലുമുള്ള റിസോഴ്സസ് ഒക്കെ നോക്കുക. ഓക്കെ, എന്നിട്ട് വേണം നിങ്ങളുടെ കാര്യങ്ങളിൽ ഡിസിഷനൊക്കെ എടുക്കേണ്ടത്. ഓക്കെ, ചുറ്റിലുമുള്ള അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതായത് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും, എല്ലാ പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളും വ്യക്തികളും സമ്പത്തും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക, യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് പറയുക. അപ്പം നമുക്ക് അനുകൂലമായ ഒന്നിനെയും നമ്മൾ വിട്ടുകളയരുത്, നമ്മളത് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നല്ല ദൈവാധീനമുള്ളൊരു സമയമാണ് കാർത്തിക നക്ഷത്രത്തിന്. നല്ല ദൈവാധീനം ഹിറോഫൻ്റ് ആണ്. അതായത് ഐ ആം ഗാർഡിങ് എന്നാണ് പറയുക. അതായത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഒരു എന്താ പറയുക, ഗാർഡിയനെ പോലെ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് യൂണിവേഴ്സ്. അപ്പോൾ എല്ലാത്തിനും പോസിറ്റീവ്നെസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ലൈഫിലായാലും ഫാമിലി ലൈഫിലായാലും കരിയറിലായാലും ഒക്കെ വിദ്യാർത്ഥികൾക്കുമൊക്കെ എന്താണ് നല്ല സമയമാണ്. പഠിച്ച് മത്സര പരീക്ഷയൊക്കെ എഴുതാനും അല്ലെങ്കിൽ പുതിയ കോഴ്സിന് ജോയിൻ ചെയ്യാനും ഒക്കെ, നിങ്ങളുടെ പാഷൻ അനുസരിച്ചിട്ടുള്ള പുതിയ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യാം. ഒക്കെ അതിനൊക്കെ ഉള്ള നല്ലൊരു സമയമാണ്. മന്ത് എൻഡ് ആകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു
5 ഓഫ് സോർട്സ് ആണ്. ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലുമായി ചതിക്കപ്പെടാം, നിങ്ങൾ ആരാലെങ്കിലും ചതിക്കപ്പെടാം. അതായത് മനസ്സിലായില്ലേ, പുറത്തുനിന്നുള്ള ഒരാളിൽ നിന്ന് നിങ്ങൾക്കൊരു ചതിവ് ചിലപ്പോൾ കിട്ടാം. അതല്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു നമുക്കത് പ്രതീക്ഷിക്കാം, നിങ്ങൾ ആരെയെങ്കിലും പറ്റിക്കാം അല്ലെങ്കിൽ പറ്റിക്കും എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതൊരിക്കലും നല്ലതിനല്ല. കാരണം നിങ്ങളത് ഒരു കെട്ടിയിട്ട അവസ്ഥയിലേക്ക്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഈ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലാണ് ഉണ്ടാകുന്നതെങ്കിൽ സംഭവിക്കുക. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ചതിച്ചോ വഞ്ചിച്ചോ എന്തെങ്കിലും നേടാമെന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ്, നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയുക, ആ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിന്നെ ഒന്നും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങൾ പെട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് നെക്സ്റ്റ് ഉണ്ടാകുന്നത്. സോ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊരിക്കലും അതിനും ആ ഒരു നെഗറ്റീവ് എനർജി എന്താ പറയുക, വലുതായി വരാനുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കരുത്. അത് നിങ്ങളായിട്ട് തന്നെ ഫോഴ്സ്ഫുള്ളി അതവിടെ ആ ചിന്ത തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട്, അതായത് സ്വയം ലിമിറ്റേഷൻസ് കൽപ്പിച്ച് എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കേണ്ട, ആരുടെ മുന്നിലും വരാൻ ഉള്ള ഒരു ധൈര്യമില്ലാതെ നിൽക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവും. സോ ബി കെയർഫുൾ. ഓക്കെ, ഇനി അതല്ല, തിരിച്ചു നമുക്ക് സംഭവിക്കാം ഈ കാര്യം. നിങ്ങൾ ഇപ്പൊ നിങ്ങളെയാണ് കാണുന്നതെങ്കിലും നിങ്ങൾക്ക് ചതി പറ്റാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ആരെങ്കിലും നിങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത്, അതായത് ഒരു നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, അതുപോലെയുള്ള എല്ലാ റിസോഴ്സസും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സോ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു നമുക്കൊരു ചതി പറ്റും എന്നൊരു തോന്നൽ, അല്ലെ, നമ്മുടെ ഒരു ഇൻഡ്യൂഷൻ പവർ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയയിൽ നിങ്ങൾ നന്നായിട്ട് അലേർട്ടായിരിക്കാം. ഓക്കെ, കണ്ണും കാതും തുറന്നിരിക്കുക. അത് ഏത് ബന്ധത്തിലായാലും, അതുപോലെ നിങ്ങളുടെ കരിയറിലോ ജോലി സ്ഥലത്തോ ഒക്കെ ആയാലും നിങ്ങൾ അവിടെ സൂക്ഷിക്കുക. ഓക്കെ, അല്ലാതെ സമ്പത്തിന്റെ കാര്യത്തിലേക്ക് വളരെ നല്ല ഒരു മന്താണ്, നല്ല ഏർണിങ്സ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ഇതാണ്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ്, ഇങ്ങനെ ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിലില്ല, നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറാണ്. ഫിനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആകും എന്നുള്ളതാണ് കാണുന്നത്. മന്ത് എൻഡ് വളരെ സാമ്പത്തികമായി നല്ല പുരോഗതി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഓക്കെ, ഇതൊരു ജനറിക് റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, റെസണേറ്റ് ആകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനെ പോസിറ്റീവ് എനർജീസ്, പോസിറ്റീവ് വൈബ്സ് അട്രാക്ട് ചെയ്യുക. അല്ലാത്തവ ഇഗ്നോർ ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണക്ട് ആകുന്നുണ്ടെങ്കിൽ കമൻറ്റ്സ്, ലൈക്കൊക്കെ നൽകുക. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പറുണ്ട്, just put a message. Okay, thank you for watching. Stay tuned. Have a nice day.